ദുരിതങ്ങളകന്ന് അനുഗ്രഹം നേടാൻ പലരും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ടെമ്പിൾ ഓഫറിംഗ്സ് നടത്താറുണ്ട്. ഓരോ വഴിപാടുകൾക്കും ഓരോ ഫലസിദ്ധികളാണ് ഉള്ളത്. ശനിദോഷ പരിഹാരത്തിനായി നീരാഞ്ജനവും, വിവാഹത്തിനായി സ്വയംവരം പുഷ്പാഞ്ജലിയും, സന്താനയോഗത്തിനായി സന്താന ഗോപാലാർച്ചനയും ഒക്കെ നടത്താറുണ്ട്. എന്നാൽ കാര്യസാധ്യത്തിന് അല്ലെങ്കിൽ അഭിഷ്ടകാര്യസിദ്ധിക്കായി ഏത് വഴിപാടുകളാണ് ചെയ്യേണ്ടത് എന്നറിയാമോ? ഈ ആഗ്രഹങ്ങളെല്ലാം ഉടനടി തന്നെ പ്രാപ്തമാകുവാൻ വിധിപ്രകാരം വഴിപാടുകൾ ചെയ്താൽ മതിയാകും. അശ്വതി മഹാവിഷ്ണുവിങ്കൽ ഭജനം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. അശ്വതി മഹാവിഷ്ണുവിങ്കൽ ഭജനം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. ഭരണി ശിവക്ഷേത്രത്തിൽ ധാരയും കൂവളമാല സമർപ്പണവും, കാർത്തിക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാൽ അഭിഷേകവും കുമാരസൂക്ത പുഷ്പാഞ്ജലിയും, രോഹിണി ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലിയും കൂട്ടുപായസവും, മകയിരം ശാസ്താക്ഷേത്രത്തിൽ ശാസ്ത്രസൂക്ത പുഷ്പാഞ്ജലിയും നീരാഞ്ജനവും, തിരുവാതിര ശിവക്ഷേത്രത്തിൽ പാശുപത മന്ത്രത്താൽ ശംഖാഭിഷേകം, പുണർത്തം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാജഗോപാല അർച്ചനയും തൃക്കൈവെണ്ണയും, പൂയം ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ഗണപതിക്ക് കറുകമാല സമർപ്പണവും, ആയില്യം സർപ്പങ്ങൾക്ക് കാവുകളിൽ നൂറും പാലും മകം, നാഗരാജാവിന് പാലും മഞ്ഞൾപ്പൊടി സമർപ്പണവും, സർപ്പം പാട്ട് വഴിപാടും പൂരം ബാലരൂപ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽ പായസവും വെണ്ണയും, ഉത്രം മഹാവിഷ്ണു